ഹലോ, 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ലാസ്റ്റ് യൂണിറ്റാണ് എലോങ് ദ കോസ്റ്റ് അഥവാ തീരങ്ങളിലൂടെ. നമ്മളെ എന്നും അതിശയിപ്പിക്കുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ഒരു ഫീച്ചറാണ്, ഒരു എൻവയോൺമെൻറ്റൽ ഫീച്ചറെന്നോ ഒരു പ്രകൃതിയുടെ ഭാഗമെന്നോ എന്തോ പറയാവുന്ന ഒരു ഭാഗമാണ് കോസ്റ്റൽ ലൈൻ, അതല്ലെങ്കിൽ കടൽ, സമുദ്രമൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ 9ാം ക്ലാസ്സിലെ നമുക്കറിയാം പല ഫിസിയോഗ്രാഫിക് ഡിവിഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പ്ലേറ്റോസിനെ കുറിച്ചും നോർത്തേൺ പ്ലെയിനിനെ കുറിച്ചും അതേപോലെ തന്നെ ഡെസേർട്സിനെ കുറിച്ചും സാൻഡി എക്സ്പ്ലാൻസ് മരുഭൂമികളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ മറ്റൊരു ഫിസിയോഗ്രാഫിക് യൂണിറ്റാണ് കോസ്റ്റൽ ലൈൻ. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തീരസമതലത്തെക്കുറിച്ച് ഇന്ത്യൻ ഫിസിയോഗ്രാഫീനെ ഇത്രത്തോളം ഡൈവേഴ്സും ഇത്രത്തോളം എൻറിച്ചഡുമാക്കുന്നതിൽ ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിനിന് വലിയൊരു പങ്കുണ്ട്. ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഈ യൂണിറ്റിൽ കൂടുതലായിട്ട് നോക്കാൻ പറ്റും. ആദ്യമായിട്ട് എന്താണ് കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോസ്റ്റൽ പ്ലെയിൻസ് എന്താണെന്നും ഇന്ത്യയിലെ കോസ്റ്റൽ പ്ലെയിൻസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കോസ്റ്റൽ പ്ലെയിൻ ഓഫ് ഇന്ത്യ ഈസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഡ്യൂ ടു ദ അബണ്ടന്റ് ഫാക്ടേഴ്സ് സബ്റ്റൈൽ ഫോർ ദ സെറ്റിൽമെൻറ്റ്. ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻ ഇത്രത്തോളം പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിനിൽ ഇത്രയും ജനസംഖ്യ കാണപ്പെടുന്നത്, മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ചിട്ട് ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻ ഈസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ്. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിനിലാണ്. അതേപോലെ തന്നെ നോർത്തേൺ പ്ലെയിനിലും ഇന്ത്യൻ ജനസംഖ്യയുടെ ഭൂരിഭാഗവും നോർത്തേൺ പ്ലെയിൻസിലും അതേപോലെ തന്നെ കോസ്റ്റൽ ലൈൻസിലുമാണ്. എന്തുകൊണ്ടാണ് കോസ്റ്റൽ ലൈൻസിലെ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ജനസംഖ്യ കാണപ്പെടുന്നത് എന്നാണ് നമ്മളിവിടെ ഇപ്പോൾ നോക്കുന്നത്. അതിനുള്ള കാരണം, ഒന്ന്, കോസ്റ്റൽ ലൈൻസ് എന്ന് പറയുന്നത് പ്ലെയിൻ ലാൻഡാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നതിൽ, നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിലും അതേപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾ ചെയ്യുന്നതിനും സമുദ്രങ്ങൾക്കുള്ള പങ്ക്. ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നതിന് കടലിൽ നിന്നുള്ള അകലം, ദ നിയർനെസ് ടു സീ എന്ന് പറയുന്നത് ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് കോസ്റ്റൽ ഏരിയാസിലുള്ളത്. അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിലുള്ള ക്ലൈമറ്റ് വളരെ ഫേവറബിൾ ആണ്, ആളുകൾക്ക് ജീവിക്കാനും നമുക്ക് സർവൈവ് ചെയ്യാനും പറ്റുന്ന ഒരു മോഡറേറ്റ് ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജനങ്ങൾ കൂടുതലായിട്ട് താമസിക്കുന്നു. അതുമാത്രമല്ല, സമുദ്രതീരമാണ്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സെറ്റിൽമെൻറ്റ് പാറ്റേണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് വാട്ടറും ഫേവറബിൾ ക്ലൈമറ്റും പ്ലെയിൻ ലാൻഡും കൊണ്ടാണ് ഇന്ത്യൻ കോസ്റ്റൽ ലൈൻസ് ഇത്രയും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒരു ഫാക്റ്റ്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻ, എന്താണ് ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻ, എന്താണ് ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻ്റെ 2 ഡിവിഷൻസ് എന്നൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിസിയോഗ്രാഫിയുടെ ഒരു മേജർ ഡിവിഷനാണ്, അല്ലെങ്കിൽ ഒരു മേജർ പാർട്ടാണ്. സോ ഓൺ ദ ബേസിസ് ഓഫ് ദ ലൊക്കേഷൻ ആൻഡ് ഫിസിയോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ദ കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു. ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻസിനെ, ഇന്ത്യൻ തീരസമതലത്തെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട കാര്യം. ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻസിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. അപ്പോൾ നമുക്കിത് മാപ്പ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഏതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, ഏതാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നുള്ളൊരു അവയർനെസ് കിട്ടും. എനിവേ, ഇന്ത്യൻ കോസ്റ്റൽ പ്ലെയിൻസിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അപ്പോൾ നോക്കൂ, ഇതാണ് ഇന്ത്യയുടെ ഒരു ജോഗ്രഫിക്കൽ മാപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫിസിയോഗ്രാഫിക് മാപ്പ് എന്ന് പറയാം. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, വെസ്റ്റ് സൈഡിൽ, അതായത് കേരളത്തിൻ്റെ സൈഡ് നമുക്ക് ഓൾറെഡി അറിയാം. ഇന്ത്യയുടെ മാപ്പിലെ താഴ്ഭാഗത്ത് കോസ്റ്റൽ പ്ലെയിൻസ് വരുന്നത് താഴ്ഭാഗത്താണ്, ആ ട്രയാങ്കുലർ ഭാഗത്താണ്. അപ്പോൾ നമുക്കറിയാം ഈ താഴ്ഭാഗത്ത്, ഇന്ത്യയുടെ മാപ്പിലെ താഴ്ഭാഗത്ത് കാണുന്നത്, ഇന്ത്യയുടെ മാപ്പിലെ താഴ്ഭാഗത്തുള്ള ട്രയാങ്കുലർ പോർഷൻ, ഇവിടെയാണ് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റും ഒക്കെ വരുന്നത്. ആ ട്രയാങ്കുലർ പോർഷൻ്റെ അവിടെയാണ് നമ്മൾ കോസ്റ്റൽ പ്ലെയിൻസ് മാർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ 2 സൈഡും ഓരോ കോസ്റ്റൽ പ്ലെയിൻസ് ആണ്. നോക്കൂ, കേരളത്തിൻ്റെ ഭാഗത്താണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് വരുന്നത്. ഇവിടെ കേരളം, അതേപോലെ തന്നെ കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ ഈ ഭാഗം തമിഴ്നാട്, അതേപോലെ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, അതൊക്കെ വരുന്ന ഭാഗമാണ്
ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കുള്ള ഒരു ഒരു ഫിസിയോഗ്രാഫിക് യൂണിറ്റ് ആണ് പെനിൻസുലാർ പ്ലേറ്റോ. ഒന്നുകൂടെ പറയുകയാണ്, കേരളം വരുന്ന ഭാഗത്താണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ വരിക. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഇന്ത്യയുടെ മാപ്പിൽ കേരളത്തിൻ്റെ പൊസിഷൻ ഓർക്കാം. കേരളം, അറബിക്കടൽ അതൊക്കെ വരുന്ന സൈഡാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, പടിഞ്ഞാറൻ തീരസമതലം. തമിഴ്നാട് നമുക്കറിയാം, ഇന്ത്യയുടെ മാപ്പിൽ തമിഴ്നാടിൻ്റെ പൊസിഷൻ അറിയാം അല്ലേ. തമിഴ്നാട് വരുന്നത് കിഴക്കൻ തീരസമതലം അഥവാ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നമുക്ക് 2 കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട് എന്ന് മനസ്സിലായി, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. ഇനി വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അഥവാ പടിഞ്ഞാറൻ തീരസമതലത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് അറേബ്യൻ സീക്കും അറബിക്കടൽ അല്ലെ. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന് അറബിക്കടലും ഒക്കെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന്റെ ഭാഗമാണ് അറബിക്കടൽ. അതേപോലെ തന്നെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സാക്ട്ലി എ നാരോ സ്ട്രിപ്പ് ബിറ്റ്വീൻ പെനിൻസുലാർ പ്ലേറ്റോ ആൻഡ് അറേബ്യൻ സീ. അറേബ്യൻ സീക്കും പെനിൻസുലാർ പ്ലേറ്റോയ്ക്കും ഇടയിലുള്ള ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ്, ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ്. നമുക്ക് ആ ഒരു പൊസിഷൻ ഒന്നുകൂടെ നോക്കാം മാപ്പിൽ. നോക്കൂ, ഇതാണ് പൊസിഷൻ, ഇത് അറേബ്യൻ സീ, ഇത് പെനിൻസുലാർ പ്ലേറ്റോ. അതിൻ്റെ ഇടയിലുള്ള ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് കണ്ടോ, ഒരു നാരോ, ആ ഒരു പർപ്പിൾ, ഒരു പിങ്ക് കളറിലുള്ള ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. എന്തിനിടയിലാണ്? അറബിക്കടലിനും പെനിൻസുലാർ പ്ലേറ്റോനും ഇടയിലുള്ള ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അതേപോലെ നമുക്ക് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. പെനിൻസുലാർ പ്ലേറ്റോനും ബേ ഓഫ് ബംഗാളിനും, അതല്ലെങ്കിൽ പെനിൻസുലാർ പ്ലേറ്റോനും ബേ ഓഫ് ബംഗാളിനും ഇടയിലുള്ള ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ്. വെൻ കമ്പയർഡ് ടു വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ കുറച്ചുകൂടെ വിഡ്ത്ത് ഉണ്ട്. എനിവേ ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഈസ് ബിറ്റ്വീൻ പെനിൻസുലാർ പ്ലേറ്റോ ആൻഡ് ബേ ഓഫ് ബംഗാൾ. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഈസ് ബിറ്റ്വീൻ പെനിൻസുലാർ പ്ലേറ്റോ ആൻഡ് അറേബ്യൻ സീ. Okay, so Western Coastal Plain is a narrow strip of land between Peninsular Plateau and Arabian Sea, and it extends from Kutch, ഗുജറാത്തിലുള്ള I think നമ്മൾ വേറൊരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ റാൻ ഓഫ് കച്ചിനെ കുറിച്ച് പറഞ്ഞിരുന്നു. റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള ഒരു ചതുപ്പ് നില പ്രദേശമാണ്. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എവിടെ മുതൽ എവിടെ വരെയാണ്? ഗുജറാത്തിലെ കച്ച് മുതൽ, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഗുജറാത്തിലെ കച്ച്, ഓക്കെ, ഗുജറാത്തിലെ കച്ച് മുതൽ ഇവിടെയാണ് കച്ച് വരെ, ഇവിടുന്ന് മുതൽ കന്യാകുമാരി വരെ വരുന്നതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. പിന്നെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ ലെങ്ത്ത്, നീളം 1840 കിലോമീറ്റർ ആണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ നീളം. വീതി 10 മുതൽ 15 കിലോമീറ്റർ വീതിയിലാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഉള്ളത്. ഇതൊരു സബ്മർജ്ഡ് കോസ്റ്റ് ആണ്. സബ്മർജ്ഡ് കോസ്റ്റ് ആയിട്ടാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് വാട്ടർ ബോഡീസ്, ബീച്ചുകൾ, അങ്ങനെ കടൽ തീരം, മീൻസ് കടലിൽ നിന്ന് ബീച്ചുകൾ പോലെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ബീച്ചുകൾ പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും. പിന്നെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ബാക്ക് വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ബ്രാക്കിഷ് വാട്ടർ ബോഡീസ്, ലഗൂൺസ് എന്നൊക്കെ അറിയപ്പെടുന്ന കായലുകൾ അല്ലേ. നമുക്ക് കേരളത്തെക്കുറിച്ച് അറിയാം. കേരളം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ ഭാഗമാണ്. കേരളത്തിൻ്റെ മലബാർ കോസ്റ്റ് എന്ന് പറയും. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ കോസ്റ്റിലാണ് കേരളം വരുന്നത്. അവിടെയാണ് ഈ ബാക്ക് വാട്ടർ ബോഡീസ് അഥവാ കായലുകൾ കാണപ്പെടുന്നത്. ഇനി വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഫിസിയോഗ്രാഫിക് ഡിവിഷനാണ് കോസ്റ്റൽ പ്ലെയിൻ. ഇന്ത്യയിലെ 2 കോസ്റ്റൽ പ്ലെയിൻ ഉണ്ട്, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. ഇനി ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതെങ്ങനെയാണ്? GKM എന്ന് പഠിച്ചു വെക്കുക. ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിന്, ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. GKM എന്താണ്? GKM ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ് എന്നിങ്ങനെ 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. GKM ഇതൊരു അബ്രിവേഷനാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു അബ്രിവേഷനാണ്. GKM സ്റ്റാൻഡ് ഫോർ ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ, G കൊങ്കൺ കോസ്റ്റൽ പ്ലെയിൻ, K, M ഫോർ മലബാർ കോസ്റ്റ്. ഈ മലബാർ കോസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കേരളമൊക്കെ വരുന്നത്. GKM എന്ന് പറയുന്നത് ഒരു അബ്രിവേഷനാണ്, കോസ്റ്റൽ പ്ലെയിൻസിൻ്റെ ഷോർട്ടാണ്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് GKM. G ഫോർ ഗുജറാത്ത് കോസ്റ്റ്, K ഫോർ
കൊങ്കൺ കോസ്റ്റ്, M for മലബാർ കോസ്റ്റ്. ഇനി നമുക്ക് നോക്കുന്നത് ഓരോ കോസ്റ്റൽ പ്ലെയിൻസിനെയും കുറിച്ച് നോക്കാം. ഗുജറാത്ത് കോസ്റ്റ്, അതേപോലെ കൊങ്കൺ കോസ്റ്റ്, പിന്നെ മലബാർ കോസ്റ്റ്. നമുക്ക് ഈ GKM കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ G എന്ന് പറയുന്നത് ഗുജറാത്ത് കോസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഗുജറാത്ത് കോസ്റ്റ് എവിടെയാണ്? ഗുജറാത്ത് ആ ഭാഗത്ത് ഏറ്റവും മുകൾ ഭാഗത്താണ്. ഇതാണ് ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ എന്ന് സപ്പോസ് ചെയ്യാം. ഇതാണ് ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ എന്നുണ്ടെങ്കിൽ ഇതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഗുജറാത്ത് കോസ്റ്റ് ആണ്. ഓക്കെ, ഗുജറാത്ത് കോസ്റ്റ് എവിടെയാണ്? റാൻ ഓഫ് കച്ചും സൗരാഷ്ട്ര റീജിയണൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഗുജറാത്ത് കോസ്റ്റിലാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്നത് അലൂവിയൽ ഡിപ്പോസിഷനാണ്. അലൂവിയൽ സോയിൽ ഡിപ്പോസിഷൻ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഗുജറാത്ത് കോസ്റ്റ് രൂപപ്പെട്ടത് തന്നെ മഹി സബർമതി, ഗുജറാത്തിലുള്ള ഒരു നദിയാണ് സബർമതി, നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സബർമതി നദിയുടെ തീരത്തുള്ള ആശ്രമം, സബർമതി ആശ്രമം മഹാത്മാഗാന്ധിയുടെ. അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ട വാക്കുകളാണ്. സബർമതി ഓർത്തു വയ്ക്കുക. മഹി, ഇത് രണ്ടും രണ്ട് റിവേഴ്സ് ആണ്, മഹി, സബർമതി. ഈ നദികൾ അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണ് നിക്ഷേപിച്ചു കൊണ്ടുണ്ടായിട്ടുള്ള, കടൽ തീരത്ത് ഇവർ നിക്ഷേപിച്ചിട്ടുള്ള എക്കൽ മണ്ണിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു കോസ്റ്റാണ് ഗുജറാത്ത് കോസ്റ്റ്. ഗുജറാത്ത് കോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഡ്യൂ ടു ദ അലൂവിയൽ ഡിപ്പോസിഷൻ ഓഫ് മഹി ആൻഡ് സബർമതി റിവേഴ്സ്. സബർമതി നദിയുടെയും മഹി നദിയുടെയും അലൂവിയൽ ഡിപ്പോസിഷന്റെ ഫലമായിട്ടാണ് ഗുജറാത്ത് കോസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഈ ഗുജറാത്ത് കോസ്റ്റിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ധാരാളം ഐലാൻഡുകൾ, ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ്വീപുകൾ കാണപ്പെടും. മാർഷ്, ചതുപ്പ് നിലങ്ങൾ. റാൻ ഓഫ് കച്ച് ഒരു മാർഷി ലാൻഡാണ്, ഒരു സ്വാമ്പി ലാൻഡാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. മാർഷി, ചതുപ്പാണ്. ഓക്കെ, ടൈഡൽ ക്രീക്കുകൾ, അതായത് തിരമാല അടിച്ചിട്ടുണ്ടാവുന്ന, നമ്മൾ സ്വപ്നക്കൂട് മൂവി കണ്ടിട്ടുണ്ടോ? പഴയൊരു മൂവിയാണ്. അതിൽ കുറേ ഒരു ബീച്ച്, പോണ്ടിച്ചേരിയാണ് അവിടെ കാണിക്കുന്നത്. ബട്ട് അതുപോലെയുള്ള കുറേ മൂവീസിൽ കണ്ടിട്ടുണ്ടാവും കടലിൻ്റെ അടുത്ത് തന്നെ തിരമാലകളൊക്കെ വന്ന് തട്ടുന്ന രീതിയിൽ വലിയ വലിയ പാറക്കൂട്ടങ്ങൾ. ഓക്കെ, അത്തരത്തിലുള്ള ടൈഡൽ ക്രീക്കുകളും ഹിൽസും ഒക്കെ കാണപ്പെടുന്നത് ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനിലാണ്. ഇനി ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനിന്റെ തീരത്ത് വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അലാങ്, കപ്പലുകളുടെ ശ്മശാനം എന്നാണ് അലാങ് അറിയപ്പെടുന്നത്. കപ്പലുകൾ പൊളിക്കുന്ന സ്ഥലമാണ്, ഷിപ്പുകളുടെ ശ്മശാനം, ദ ഗ്രേവ്യാർഡ് ഓഫ് ഷിപ്പ് എന്നറിയപ്പെടുന്നത് അലാങ് ആണ്. വഡോദര, ദണ്ഡി കടപ്പുറങ്ങളൊക്കെ